ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് ലിവിങ് വേൾഡ് എന്ന് പറയുന്ന +1 ചാപ്റ്ററാണ്. അപ്പം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക, കൂടെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ വരുന്ന വീഡിയോസും ബാക്കിയുള്ള +1 ക്ലാസ്സസ് നിങ്ങൾക്ക് +1 10th +2 ക്ലാസ്സസ് ഒക്കെ നിങ്ങൾക്ക് ഇതിൽ അവൈലബിൾ ആയിരിക്കും. അപ്പം നമ്മളിതിലൂടെ +1 ഇപ്പോൾ 10th കഴിഞ്ഞുള്ള +1 സ്റ്റുഡൻസിന് മാക്സിമം നല്ല രീതിയിൽ സയൻസ്, കൊമേഴ്സ് എല്ലാ ക്ലാസ്സുകളും ഇതിൽ ഇൻക്ലൂഡ് ചെയ്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ സയൻസ് സ്റ്റുഡൻസ് ആവട്ടെ, കൊമേഴ്സ് സ്റ്റുഡൻസ് ആവട്ടെ, നിങ്ങൾക്ക് ഈ വീഡിയോസൊക്കെ വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. പോരാത്തതിന് ഞാനിതിൽ എൻട്രൻസ് പോയിന്റും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ ലിവിങ് വേൾഡ് എന്ന് പറയുന്ന +1 ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ +1 എന്ന് പറയുമ്പോൾ നിങ്ങൾ 10th കഴിഞ്ഞ് +1 എന്താണ് അലോട്ട്മെൻറ്റിൻ്റെ ഒക്കെ ടൈം ആവണേ ഉള്ളൂ. അപ്പോൾ എന്താണ് ഇനി എന്നുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരിക്കും. ആ എക്സൈറ്റ്മെൻറ്റ് അതേപോലെ നിലനിർത്തുക. ഒരു സയൻസ് സ്റ്റുഡൻറ്റിന് വേണ്ടത് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ്, അറിയാനുള്ള ക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ലിവിങ് വേൾഡ് ആ പേരിൽ തന്നെ ഉണ്ട്. ബയോളജിയിലെ ഫസ്റ്റ് ചാപ്റ്റർ വളരെ സിമ്പിളാണ്. 2 മാർക്ക് വരെയാണ് ഇതിൽ മാക്സിമം എക്സാമിന് ചോദിച്ചു വരാറ്. അത് ഉറപ്പായിട്ട് നമുക്ക് സ്കോർ ചെയ്യാം. അതുപോലെ മെയിൻസ് മറ്റേ നീറ്റ് എക്സാമിന് ഉറപ്പായിട്ട് ഇതിൽ നിന്നൊരു 4 മാർക്ക് വരെ ഒരു ക്വസ്റ്റ്യൻ വരും. അതെപ്പോഴും ടാക്സോണമിക് കാറ്റഗറി നമ്മളോട് അറേഞ്ച് ചെയ്യാനാവും വരിക. അപ്പോൾ ഈ ചാപ്റ്ററിലേക്ക് നമുക്ക് വരുമ്പോൾ മെയിനായിട്ട് ഈ ചാപ്റ്റർ 4ആയി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ആ 4 ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കുന്നത്. ഒന്നാണ് വാട്ട് ഈസ് ലിവിങ്, എന്താണ് ഒരു ജീവനുള്ള ഒരു വസ്തു എന്നാണ് ചോദിക്കുന്നത്. അതുപോലെ രണ്ടാമത്തേതാണ് ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ്, വൈവിധ്യങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ജീവവൈവിധ്യങ്ങളെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ലിവിങ് എന്ന് പറഞ്ഞാൽ ജീവിക്കുന്ന വസ്തുക്കൾ. അപ്പം നമുക്കറിയാം, ഞാൻ ഈ ഉപയോഗിച്ചുള്ള പെൻ ഇതിന് മാർക്കറിന് എന്താ ലൈഫില്ല. പക്ഷേ ഈ സംസാരിക്കുന്ന എനിക്കും കണ്ടുകൊണ്ട് ഇരിക്കുന്ന നിങ്ങൾക്കും ലൈഫുണ്ട്. യു ആർ ബീങ് ലിവിങ് അല്ലേ? അതുപോലെ നമ്മളൊക്കെ ലിവിങ് ബീയിങ്സ് ആണ്. ഇതുപോലെ നമ്മളെ സസ്യങ്ങളുണ്ട്, പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ ആനിമൽസ് ഉണ്ട്, ഇതൊക്കെ ജീവിക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ യൂസ് ചെയ്യുന്ന ബുക്സും പെന്നൊന്നും എന്താ ലിവിങ് അല്ല. അപ്പം ലിവിങ് എന്നുള്ളതിന് എങ്ങനെയാണ് നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത്? ഒരു വസ്തു ലിവിങ് ആണോ അതോ നോൺ ലിവിങ് ആണോ എന്നെങ്ങനെയാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യണമെന്നാണ് പഠിക്കാൻ പോകുന്നത്. 6ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ഇനി ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ്, ജീവലോകത്തെ വൈവിധ്യങ്ങൾ, പല ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഓർഗാനിസം ഉണ്ട് നമ്മളുടെ ഈ ലോകത്ത്. അപ്പം അതിനെക്കുറിച്ചാണ് നമ്മൾ അടുത്തതായിട്ട് പഠിക്കുക. മൂന്നാമതായിട്ട് നമ്മൾ ടാക്സോണമിക് കാറ്റഗറിനെ കുറിച്ചാണ് പഠിക്കുക. ടാക്സോണമിക് കാറ്റഗറി വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പഠിക്കാൻ ഞാൻ കോഡും പറഞ്ഞു തരും. അതിനുശേഷം ലാസ്റ്റാണ് ടാക്സോണമിക് എയ്ഡ്. നമുക്ക് പലതരം, നമ്മളൊക്കെ ടൂർ സുവോളജിക്കൽ പാർക്കിൽ പോകുന്നുണ്ട്, അതായത് സൂവിൽ പോകാറുണ്ട്, ബൊട്ടാനിക്കൽ ഗാർഡനുകളിൽ പോകാറുണ്ട്. ഹെർബീറിയത്തെക്കുറിച്ച് പറയും. ഹെർബീറിയം എന്ന് പറഞ്ഞാൽ ഹെർബ്സ് എന്ന് പറഞ്ഞാൽ പ്ലാന്റ്സിനെ പ്രിസർവ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് ഹെർബീറിയം. ഇതുപോലെ നമ്മൾ കീകൾ പഠിക്കും, ടാക്സോണമിക് കീ പഠിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ നമ്മളിവിടെ പഠിക്കും. നമ്മൾ മ്യൂസിയത്തിൽ പോകാറുണ്ട്, അപ്പോൾ മ്യൂസിയം നമുക്കിവിടെ പഠിക്കാണ്ട്. അപ്പോൾ ബയോളജി എന്ന് പറയുമ്പം നമ്മളെന്താ ലൈഫിനെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. ബയോ പറയുമ്പം ബയോ മീൻസ് ലൈഫ്, ഓളജി മീൻസ് സ്റ്റഡി. അപ്പം ബയോളജി മീൻസ് സ്റ്റഡി ഓഫ് ലൈഫ്. വളരെ സിമ്പിളാണ്. അപ്പം നമ്മളെ ചുറ്റും നിരീക്ഷിക്കുക. ബയോളജി നിങ്ങൾ പഠിക്കാണ്ട് തന്നെ നിങ്ങൾക്ക് A+ സ്കോർ ചെയ്യുക. നിങ്ങളെ ചുറ്റുപാട് നല്ല നിരീക്ഷണം വേണം. ബ്രോഡ് പെർസ്പെക്റ്റീവിൽ ചിന്തിച്ച് തുടങ്ങുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ എന്ന് അറിയാൻ ശ്രമിക്കുക. നമ്മളെല്ലാ കാര്യവും അറിയാൻ ശ്രമിക്കുമ്പോഴേ നമ്മളെ ചിന്തകൾ വളരുള്ളൂ, നമ്മൾ കൂടുതലായിട്ട് പഠിക്കുകയുള്ളൂ. അപ്പം നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, ഇതുപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ഈ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ലിവിങ് വേൾഡ് എന്നുള്ള ചാപ്റ്ററിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, ഒന്നും കൂടി പറയാം. ലിവിങ് വേൾഡിൽ ഫസ്റ്റ് വാട്ട് ഈസ് ലിവിങ്, ഡൈവേഴ്സിറ്റി ഇൻ ലിവിങ്, ടാക്സോണമിക് കാറ്റഗറി, ടാക്സോണമിക് എയ്ഡ്. ഈ ഒരു 4 പോയിന്റ് പഠിച്ചാൽ നിങ്ങൾ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് ഫസ്റ്റ് ചാപ്റ്ററിലെ മെയിൻ പോയിന്റ്സുകളെ കുറിച്ചാണ്. ഞാൻ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചാപ്റ്റർ അനലൈസ് ചെയ്ത് തരും ജസ്റ്റ് പോയിന്റ്സിലൂടെ. അപ്പം ഓൾ ലിവിങ് ഓർഗാനിസം ഗ്രോ. അപ്പം ലിവിങ് ബീയിങ്ങിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ ലിവിങ് ഓർഗാനിസവും എന്ത് ചെയ്യും, വളരും, ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും. നമ്മൾ ചെറുപ്പത്തിൽ ജനിച്ചപ്പോഴുള്ള വലുപ്പമല്ല, നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനത്തെ ഗ്രോത്താണ് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. നമ്മൾ വളരുന്നുണ്ട്, പ്ലാന്റ്സ് വളരുന്നുണ്ട്, സസ്യങ്ങളും വളരുന്നുണ്ട്. അപ്പോൾ എല്ലാ ഓർഗാനിസവും ഗ്രോ ചെയ്യും. എങ്ങനെ? ലിവിങ് ഓർഗാനിസം ഗ്രോ ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇൻക്രീസ് ഇൻ മാസ്. ഇത് ഇൻക്രീസ് എന്നുള്ള സിമ്പിളാണ്, ഞാൻ ഷോർട്ടാക്കി എഴുതിയതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനി കുറേ എഴുതാണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ യൂസേജ് ഒക്കെ കൊണ്ടുവരാം. അപ്പോൾ ഇൻക്രീസ് ഇൻ മാസസ്, അതായത് മാസ് ഇൻക്രീസ് ചെയ്യും. നമ്മൾ ചെറിയൊരു കുട്ടീൻ്റെ മാസിൽ നിന്ന് നമ്മളിലേക്ക് എത്തുമ്പോൾ എന്താ, മാസ് ഇൻക്രീസ് ചെയ്തു. ഓരോ വയസ്സ് കൂടുന്നതിനനുസരിച്ച് ഓരോ ദിവസം നമ്മൾ വളരുന്നുണ്ട്. അപ്പോൾ നമ്മളെ മാസ് ഇൻക്രീസ് ചെയ്തു. അഥവാ നമ്പർ ഓഫ് സെല്ലുകൾ കൂടി, സെല്ലിൻ്റെ കോശങ്ങളുടെ എണ്ണം കൂടി. നിങ്ങൾ മലയാളം മീഡിയം പഠിച്ചുകൊണ്ടാണ് ഡയറക്റ്റ്ലി ഞാൻ ഇംഗ്ലീഷ് ടേമിലേക്ക് പോകാത്തത്. അപ്പം കോശങ്ങളുടെ എണ്ണം കൂടി, അഥവാ സെല്ലുകളുടെ എണ്ണം കൂടി, നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് തുടങ്ങി കൂടുതൽ സെല്ലുകൾ. ഇനി അതുപോലെ പ്ലാന്റ്സ് ഗ്രോ ത്രൂ ഔട്ട്
ദെയർ ലൈഫ്. അതായത് പ്ലാന്റ്സ് എന്ത് ചെയ്യും, അവരുടെ ലൈഫ് ത്രൂ ഔട്ട് എന്ത് ചെയ്യും, അവർ വളർന്നുകൊണ്ടേയിരിക്കും. നമ്മളൊരു സർട്ടൺ ഏജ് കഴിഞ്ഞാൽ അവിടെ ഗ്രോത്ത് എന്ത് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. പക്ഷേ പ്ലാന്റ്സ് എന്ത് ചെയ്യും, ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. പ്ലാന്റ്സ് ഗ്രോ ത്രൂ ഔട്ട് ദെയർ ലൈഫ് അല്ലേ. അപ്പോൾ ഈ പോയിന്റ് ഒന്ന് ഓർത്ത് വയ്ക്കുക. അതുപോലെ ആനിമൽസ് ഗ്രോ ടു എ സർട്ടൺ ഏജ്. ആനിമൽസ് എന്താ ഒരു സർട്ടൺ ഏജ് വരെ ഗ്രോ ചെയ്യുള്ളൂ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് കേട്ടോ. പിന്നെ അടുത്തത് നോൺ ലിവിങ് ഒബ്ജക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ബുക്കാവാ, പെന്നാവാ, ഇരിക്കുന്ന ബെഞ്ചാവാ, ഡെസ്ക് ആവാ, ഇതൊക്കെ എന്താ ഗ്രോ എക്സ്റ്റേണലി അക്യുമുലേഷൻ ഓഫ് മെറ്റീരിയൽ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണ് ഒരു ടേബിളോ ബെഞ്ചൊക്കെ എങ്ങനെയാണ് അക്യുമുലേറ്റ് ചെയ്യുക, ഒരുപാട് ഗ്രോ സംഭവിക്കുക എന്നുള്ളത്, അഥവാ ഗ്രോത്ത് ഉണ്ടാവുക എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. എങ്ങനെയാ വെച്ചാൽ നമ്മളിപ്പം ഒരുപാട് കാലം അവിടെ ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ റസ്റ്റ് വരും. അപ്പോൾ റസ്റ്റ് വരുമ്പോൾ കൂടുതലായിട്ട് ഓക്സിഡേഷനും കാര്യങ്ങളും സംഭവിച്ചിട്ട് അവിടെ തുരുമ്പ് വന്നു തുടങ്ങും. അപ്പോൾ അവിടെ അക്യുമുലേറ്റ് ചെയ്തു കുറേ സാധനങ്ങൾ, മണ്ണും പൊടിയും വരും. അപ്പം എക്സ്റ്റേണലി പുറത്തുനിന്ന് കുറേ വസ്തുക്കൾ വന്ന് വീണിട്ട് അതിൻ്റെ മാസ് കൂടാൻ ചാൻസ് ഉണ്ട്. അല്ലാണ്ട് അതിൻ്റെ ഉള്ളിൽ ഇൻറ്റേർണൽ ഗ്രോത്ത് സംഭവിക്കുന്നില്ല. അപ്പം ലിവിങ് ഓർഗാനിസം മാത്രമേ ഇൻറ്റേർണലി ഗ്രോത്ത് സംഭവിക്കുള്ളൂ. എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ പ്ലാന്റ്സ്, ആനിമൽസ് ഒക്കെ നമുക്ക് എക്സാമ്പിളായി എടുക്കാം. അപ്പം ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രത്യേകത എന്താണ്? ലിവിങ് ഓർഗാനിസം ക്യാൻ ഗ്രോ. എന്താണ് ലിവിങ് ഓർഗാനിസം ക്യാൻ ഗ്രോ? ഒന്നും പഠിച്ചില്ലെങ്കിൽ ഈ ഒരു പോയിന്റ് ഓർത്ത് വയ്ക്കുക. ലിവിങ് ഓർഗാനിസം ക്യാൻ ഗ്രോ. അതുപോലെ റീപ്രൊഡക്ഷൻ. എന്താ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ പ്രത്യുൽപാദനമാണ്. എന്താണ് പ്രത്യുൽപാദനം? ഒരു ജീവി അത് എന്ത് ചെയ്യാണ്, പ്രത്യുൽപാദിപ്പിക്കുകയാണ്. അഥവാ അതിൻ്റെ ഒരു യങ് വൺസ്, ഓഫ് സ്പ്രിങ്ങിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുക. ഓക്കെ, +1 കഴിഞ്ഞിട്ട് +2 നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തറവായിട്ട് പഠിക്കാനുണ്ട്. ആ ചാപ്റ്റർ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പോൾ റീപ്രൊഡക്ഷൻ എന്നുള്ള ഭാഗത്തിലേക്ക് നമുക്ക് പോവാം. പ്രോജനീസ് അല്ലെങ്കിൽ ഓഫ് സ്പ്രിങ് അല്ലെങ്കിൽ ബേബീസ് എന്ന് പറയാം. ഓക്കെ, അതായത് ഒരു ഓർഗാനിസം എന്ത് ചെയ്യും, അതിന് കുട്ടികളെ ഉണ്ടാക്കും. അതിനെയാണ് റീപ്രൊഡക്ഷൻ എന്ന് പറയുക. പ്രോജനീസ് പോസസിങ് ഫീച്ചർ ഓഫ് ദെയർ ഓൺ ടൈപ്പ് എന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് കുട്ടി ഉണ്ടായി എന്നൊരു എക്സാമ്പിൾ എടുക്കാം. അപ്പോൾ എനിക്കുണ്ടാവുന്ന കുട്ടി ഒരു ചെടിയാവില്ല. അതിന് ഇൻ്റെ സിമിലർ ക്യാരക്ടറുള്ള ഇൻ്റെ ജീനുമായിട്ട് കോർത്തിണങ്ങിയും കൊണ്ടുള്ള ഒരു ക്യാരക്ടറായിരിക്കും എൻ്റെ ഒരു ഓഫ് സ്പ്രിങ്ങിന് ഉണ്ടാവുക. അത് എല്ലാ ഓർഗാനിസത്തിനും അങ്ങനെ തന്നെയായിരിക്കും ഉണ്ടാവുക. അതാണ് പറയുന്നത് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഫീച്ചർ അടങ്ങിയിട്ടുള്ളത് എന്ന് വെച്ചാൽ ഒരു പാരൻ്റ് ഉണ്ടായിരിക്കും. ഇതാണ് പാരൻ്റ് എന്ന് വിചാരിക്കുക. ഈ പാരൻറ്റിന് ഉണ്ടാവുന്ന കുട്ടികൾക്ക് അതേ സ്വഭാവം ഉണ്ടായിരിക്കും അല്ലേ. അപ്പം ഇതാണ് റീപ്രൊഡക്ഷൻ എന്നുള്ള പ്രോസസ്സ്. ഓക്കെ, ഇനി പല തരത്തിൽ റീപ്രൊഡക്ഷൻ ഉണ്ട്. റീപ്രൊഡക്ഷൻ ആർ ഡിഫൈൻഡ് ഇൻ ടു ബേസിക്കലി 3 ടൈപ്സ്. ഏതൊക്കെയാണ്? ഫസ്റ്റത്തെയാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ആണ് വേണം, ആണാണിത്. അതുപോലെ ഒരു പെണ്ണും വേണം. മനസ്സിലാവുന്നുണ്ടോ? എന്തുകൊണ്ടാണ് ഇത്? പെണ്ണെന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്കറിയാം കുരിശാണ് അല്ലേ. പെണ്ണെപ്പോഴും ഒരു കുരിശ്, അതാണ് നമ്മളൊരു വട്ടിട്ടിട്ട് താഴെ കുരിശിട്ട്. ആണെങ്കിൽ പൊതുവേ കുറച്ച് ബുദ്ധി കൂടുതലാണ്. ഇത് ഏതൊരാൾ പറഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആണും പെണ്ണും കൂടുമ്പോൾ എന്തുണ്ടാവും, അവിടെ സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കും. അങ്ങനെ സെക്ഷൽ റീപ്രൊഡക്ഷനെ വഴി ഉണ്ടാവുന്ന ഓസ്പ്രിങ് അഥവാ ബേബീസ്, അതൊരു പ്രത്യുൽപാദനത്തിൻ്റെ മെത്തേഡാണ്. വേറെ രീതിയിലും നടക്കും. എന്ന് വെച്ചാൽ അവിടെ ഒരു ആണോ ഒരു മെയിലോ ഒരു ഫീമെയിലിൻ്റെയോ ആവശ്യമില്ല, അല്ലാത്ത രീതിയിലും നടക്കും. അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നാ പറയുക. എന്താ പറയുക? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിളാണ് ഫഞ്ചൈ എന്ത് ചെയ്യും, പ്രൊഡ്യൂസസ് സ്പോർസ്. അപ്പം കുഞ്ഞു സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ഞാനതിൻ്റെ ഫോട്ടോ ഇനി കാണിച്ചു തരാം. അപ്പം ഫഞ്ചൈ പ്രൊഡ്യൂസസ് സ്പോർസ്. അങ്ങനെ സ്പോർസ് കുഞ്ഞു കുത്തുകൾ പോലെ എന്ത് ചെയ്യും, ഒരുപാട് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യും. ആര്? ഫഞ്ചൈ. അപ്പം ഫംഗസ് എന്നൊക്കെ പറയാറില്ലേ, നമ്മൾ ബ്രെഡിലൊക്കെ നമുക്ക് കാണാൻ പറ്റും ഫംഗസ് കുഞ്ഞു കുത്തുകളായിട്ട് ഇങ്ങനെ, പിന്നെ റീപ്രൊഡ്യൂസ് ചെയ്യും. പെട്ടെന്ന് റാപ്പിഡ് ആയിരിക്കും അതിൻ്റെ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മളിവിടെ ആനിമൽസിനൊക്കെ പറഞ്ഞാൽ ടൈം കൺസ്യൂമിങ് ആണ്. മന്ത്സ് എടുക്കും. അത് 9 മാസം 10 മാസം 12 മാസം വരെ എന്തെടുക്കും, റീപ്രൊഡക്ഷൻ ആ ഒരു പീരിയഡ് എടുക്കും. റീപ്രൊഡ്യൂസ് ചെയ്ത് കുട്ടിയായി ജസ്റ്റേഷൻ പീരീഡൊക്കെ കഴിഞ്ഞ് വരാൻ ടൈം എടുക്കും. പക്ഷേ ഇത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞാൽ റിപ്ലിക്കേഷനാണ്, കോപ്പിങ് മെത്തേഡ് എന്നൊക്കെ പറയാം. ഫോട്ടോ കോപ്പി എടുക്കണം മാതിരി അത്രയും പെട്ടെന്ന് എന്ത് ചെയ്യും, റിപ്ലിക്കേറ്റ് ചെയ്യും. ലാസ്റ്റ് ഒന്നാണ് റീജനറേഷൻ. എന്താണ് റീജനറേഷൻ? പഠിച്ചു വയ്ക്കുക. റീജനറേഷൻ എക്സാമ്പിളാണ് പ്ലെനേറിയ. എന്താണ് പ്ലെനേറിയ? പുതിയ വാക്കാണ്. അപ്പം നമ്മൾ ഇതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. നിങ്ങൾക്ക് അറിയാത്ത വാക്കാണ്. റീജനറേഷൻ എക്സാമ്പിൾ പ്ലെനേറിയ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ഫഞ്ചൈ. സെക്ഷൽ റീപ്രൊഡക്ഷൻ എക്സാമ്പിൾ ഹ്യൂമൻ ബീങ്സ് ഒക്കെ എടുത്തോളൂ, ആനിമൽസ് ഒക്കെ എടുത്തോളൂ. അതുപോലെ പ്ലെനേറിയ, ഇതുപോലെ ചില ഫംഗസും റീജനറേഷൻ സംഭവിക്കും. പ്ലെനേറിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഒരു ഫ്രാഗ്മെൻറ്റ് ഉണ്ടാവും. ഇതൊരു പീസാണെന്ന് വിചാരിക്കുക. ഇതെന്ത് ചെയ്യും, പകുതിയാണെങ്കിലും അത് പുതിയൊരു ഓർഗാനിസമായി മാറും. റീജനറേറ്റ് ചെയ്യും.
മനസ്സിലാവുണ്ടോ? ഒരു ചെറിയ പീസിൽ നിന്ന് ബാക്കി ജനറേറ്റ് ചെയ്യുന്നതിനെയാണ് റീജനറേഷൻ എന്ന് പറയുക. എക്സാമ്പിൾ പ്ലനേറിയ, അതുപോലെ ഫംഗസും ഇതുപോലെയാണ്. നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് കുഞ്ഞി ഫ്രാഗ്മെൻറ്റ്സ് ആക്കി ഇട്ടാലും അതെന്ത് ചെയ്യും? ബാക്കിയുള്ള ഓർഗാനിസമായി മാറും. നമ്മൾ എത്ര മുറിച്ചിട്ടാലും അതെന്ത് ചെയ്യും? അതൊരു വേറൊരു ഓർഗാനിസമായി മാറും. ചെറിയൊരു പീസിൽ നിന്ന് ഒരു പുതിയ ഓർഗാനിസം ഉണ്ടാവുക. അതിന് ഫിലമെൻ്റസ് ആൽഗി ഒരു എക്സാമ്പിളാണ്. പിന്നെ അതുപോലെ വേറെന്ത് പറയാം? പ്രോട്ടോണീമ ഓഫ് മോസസ്, ഇതൊക്കെ ഫ്രാഗ്മെൻറ്റേഷൻ എക്സാമ്പിളാണ്. ഏതൊക്കെയാണ്? ഫിലമെൻ്റസ് ആൽഗെ ഉണ്ടായിരിക്കും. ഇതാണ് ആൽഗെ എന്ന് വിചാരിക്കുക. ഈ ആൽഗെ ഫിലമെൻറ്റ് മാതിരിയാണ്. ഇതിന് കണ്ടോ ഒരു ഫിലമെൻറ്റ് മാതിരി, കണ്ടോ ഒരു ട്യൂബ് മാതിരി. ഇതാണ് ഫിലമെൻ്റസ് ആൽഗെ. ആൽഗെ എന്ന് പറഞ്ഞാൽ പേടിക്കൊന്നും വേണ്ട. പായൽ, നമ്മുടെ നാട്ടിൽ കുളത്തിലൊക്കെ കാണില്ലേ പായൽ, പച്ചപ്പായൽ, ഇതുപോലത്തെ ഫിലമെൻ്റസ് ആൽഗെ. പലതരത്തിലുള്ള ആൽഗെ ഉണ്ട്, ബ്ലൂ ഗ്രീൻ ആൽഗെ ഒക്കെ ഉണ്ട്. അപ്പം ഈ ആൽഗെ എന്ത് ചെയ്യും? ഫിലമെൻ്റസ് ആൽഗെ ഇതെങ്ങനെ റീപ്രൊഡ്യൂസ് ചെയ്യും? ഒന്ന് ആലോചിച്ചാൽ മതി. നിങ്ങൾ ചുറ്റുപാട് നിരീക്ഷിക്കുക. കുളത്തിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരാഴ്ച ചെന്ന് അവിടെ പൊല്യൂട്ടഡ് ആണെങ്കിൽ പെട്ടെന്ന് റിപ്ലിക്കേറ്റ് ചെയ്യും. അപ്പോൾ അതിന് എക്സാമ്പിളാണ് പെട്ടെന്ന് റീപ്രൊഡ്യൂസ് ചെയ്യും, റീജനറേഷൻ സംഭവിക്കും. അപ്പോൾ അവിടെ ഉണ്ടാകുന്നത് ആൽഗയാണെന്ന് മനസ്സിലാക്കുക. പച്ച കളർ, അത് വേഗം റീജനറേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഇതുപോലെ പ്രോട്ടോണീമ ഓഫ് മോസസ് ഞാൻ ഫോട്ടോ കാണിച്ചു തരാം കേട്ടോ. പിന്നെ നിങ്ങൾ ലാബിലും ഇത് ചെയ്യാണ്ട്. അപ്പോൾ ഞാനിത് ഫോട്ടോ കാണിച്ചു തന്നാലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ എക്സാമ്പിൾ പഠിച്ചു വയ്ക്കുക. പ്രോട്ടോണീമ ഓഫ് മോസസ് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ റീജനറേഷൻ. ഫംഗസ് എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ റീജനറേഷൻ. പിന്നെ അതുപോലെ ആൽഗെ എങ്ങനെയാണ് റീപ്രൊഡ്യൂസ് ചെയ്യുന്നത്? ബൈ റീജനറേഷൻ. ലാസ്റ്റ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ വഴി റീപ്രൊഡ്യൂസ് ചെയ്യുന്ന ആര് മാത്രമേ ഉള്ളൂ? ഫഞ്ചൈ മാത്രമേ ഉള്ളൂ. പിന്നെ അതുപോലെ അതും എങ്ങനെയാണ്? സ്പോർസ് ഫോർമേഷൻ ആണ്. സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഹയർ ഓർഗാനിസംസ് ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. ഫസ്റ്റ് പറഞ്ഞ് ലിവിങ് ഓർഗാനിസത്തിന് വളരാൻ പറ്റും. സെക്കൻഡ് പോയിന്റ് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ലിവിങ് ഓർഗാനിസത്തിന് എന്ന് പറഞ്ഞു. ബാക്കി പോയിന്റിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മെറ്റബോളിസത്തെ കുറിച്ചാണ്. അപ്പം പേര് കേട്ട് ഞെട്ടണ്ട. മെറ്റബോളിസം എന്ന് പറഞ്ഞാൽ നമ്മളെ ശരീരത്തിൽ നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷനുകളാണ്. എന്താണ്? നമ്മളെ ബോഡിയിൽ നടക്കുന്ന, അഥവാ ഒരു ലിവിങ് ഓർഗാനിസം, ആനിമൽ ആവാം, പ്ലാന്റ്സ് ആവാം, മൈക്രോ ഓർഗാനിസം ആവാം, എല്ലാത്തിലും നടക്കുന്ന ബയോകെമിക്കൽ റിയാക്ഷനുകളെയാണ് മെറ്റബോളിസം എന്നുകൊണ്ട് പറയുന്നത്. അപ്പം നമുക്ക് ആദ്യമായിട്ട് മെറ്റബോളിസം ഈസ് എ ബയോകെമിക്കൽ റിയാക്ഷൻ ഇൻ എ ലിവിങ് ഓർഗാനിസം എന്ന് പറയാൻ പറ്റും. എന്താണ്? ബയോകെമിക്കൽ റിയാക്ഷൻ ഇൻ എ ലിവിങ് ഓർഗാനിസം എന്ന് പറയാം. ഓക്കെ, ഹാൻഡ് റൈറ്റിംഗ് നോക്കണ്ട. പിന്നെ അതുപോലെ മെറ്റബോളിസത്തിനെ നമുക്ക് രണ്ടായി തരംതിരിക്കുക. മെറ്റബോളിസത്തിനെ നമ്മൾ എന്താക്കാൻ പോവാണ്? മെറ്റബോളിസത്തിനെ നമ്മൾ രണ്ടായി തരംതിരിക്കാൻ പോവാണ്. ഓർക്കുക, ഒന്നാണ് കാറ്റബോളിസം, വേറൊന്നാണ് അനബോളിസം. കാറ്റബോളിസം ആൻഡ് അനബോളിസം. മെറ്റബോളിസം ഈസ് ഡിഫൈൻഡ് ആസ് broadly classified as catabolism and anabolism. കാറ്റബോളിസം എന്ന് പറഞ്ഞാൽ പേര് പോലെ വളരെ അടിപൊളിയാണ്. കാറ്റ് എന്ന് ആലോചിക്കുക. എന്താണ് കാറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഓർഗാനിസം, ചെറിയൊരു ജീവിയാണ് അല്ലേ കാറ്റ്. കാറ്റ് ഇങ്ങനെ കാണാൻ വിചാരിക്കുക കേട്ടോ, കാറ്റ്. അപ്പോൾ ഈ കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാറ്റിനെ ആലോചിക്കാം. ആനബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനേനെ ആലോചിക്കുക. എന്താണ്? ആനേനെ ആലോചിക്കുക. ഓക്കെ, ആനബോളിസം എന്ന് പറഞ്ഞാൽ ആനേനെ ആലോചിക്കുക. അപ്പം കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു സബ്ജക്റ്റ് അതിനെന്ത് ചെയ്തു? ഡിവൈഡ് ചെയ്തിട്ട് A+B ആയി. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AB ഡിവൈഡ് ചെയ്ത് Aയും Bയും ആയി. വലിയൊരു മോളിക്യൂൾ ഡിവൈഡ് ചെയ്ത് ചെറിയ രണ്ട് മോളിക്യൂൾ ആവണതിനെ കാറ്റബോളിസം എന്ന് പറയും. പേര് പോലെ വലിയൊരു സംഭവം ചെറുതാവുന്നതിനെയാണ് കാറ്റബോളിസം എന്ന് പറയാം. നേരെ മറിച്ച് അനബോളിസം ആണെങ്കിൽ A+B ഗീവ്സ് AB ആവും. മനസ്സിലായോ? എന്ന് വെച്ചാൽ നമ്മളിവിടെ വലിയൊരു ചപ്പാത്തി കഴിച്ചു. ഈ ചപ്പാത്തി ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ആയി, അതിൽ കുറച്ച് ഫാറ്റ്സ് ഉണ്ടെങ്കിൽ ഫാറ്റായി, ഫൈബേഴ്സ് ആയി, അങ്ങനെ പലതായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്തു, ബ്രേക്ക് ഡൗൺ സംഭവിച്ചു. അപ്പോൾ അവിടെ സംഭവിച്ചത് എന്താ? കാറ്റബോളിസം ആണ്. ഇതുപോലെ അനബോളിസവും നമ്മുടെ ശരീരത്തിൽ നടക്കുന്നുണ്ട്. ചെറിയ മോളിക്യൂൾസ് കൂടി വലിയൊരു കോംപ്ലക്സ് മോളിക്യൂളായി മാറുന്നതിന് അനബോളിസം എന്ന് പറയും. അപ്പോൾ ഈ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനബോളിസം. അതുപോലെ അനബോളിസത്തിൽ സംഭവിക്കുന്ന ചെറിയ മോളിക്യൂള് ആനേൻ്റെ മാതിരി വലിയൊരു മോളിക്യൂൾ ആവുന്നു. കാറ്റബോളിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു മോളിക്യൂൾ ഡിവൈഡ് ചെയ്തിട്ട് ചെറിയൊരു മോളിക്യൂൾ ആവുന്നു. ഇത്രയേ ഉള്ളൂ അനബോളിസം, കാറ്റബോളിസം. By combining these anabolism and catabolism, we termed it as metabolism. എന്ന് വെച്ചാൽ അനബോളിസവും കാറ്റബോളിസവും കൂടിയിട്ട് കൂടിക്കഴിഞ്ഞാൽ എന്തായി മാറും? നിങ്ങൾ കൂടെ പറയുക. അനബോളിസവും കാറ്റബോളിസവും കൂടിയാൽ മെറ്റബോളിസമായി. മെറ്റബോളിസം ഈസ് ദ ബയോകെമിക്കൽ റിയാക്ഷൻ ഇൻ എ ലിവിങ് ഓർഗാനിസം. അതാണ് നമ്മളിവിടെ പഠിച്ചത്.
ക്ലിയർ അല്ലേ? അപ്പം ലിവിങ് ഓർഗാനിസം ഞാൻ പറഞ്ഞത് ഓർക്കുക, ലിവിങ് ഓർഗാനിസം ഇറ്റ് ഈസ് ഡിഫൈൻഡ് പ്രോപ്പർട്ടി ഓഫ് എ ലിവിങ് ഓർഗാനിസം. ഒരു ജീവനുള്ള വസ്തുവിൽ മാത്രമേ എന്ത് കാണാൻ പറ്റുള്ളൂ? മെറ്റബോളിസം കാണാൻ പറ്റുള്ളൂ. ഒരു ലിവിങ് ഓർഗാനിസത്തിൽ മാത്രമേ നമുക്ക് മെറ്റബോളിസം കാണാൻ പറ്റുള്ളൂ. നമ്മൾ കാണുന്ന ബെഞ്ചിലോ ഡെസ്കിലോ പെന്നിലോ ഒരു മെറ്റബോളിസം നടക്കുന്നില്ല. അവിടെ എവിടെയും ഒരു ബയോളജിക്കൽ കെമിക്കൽ റിയാക്ഷൻ സംഭവിക്കുന്നില്ല. ഓക്കെ, അതാണ് തേർഡ് പോയിന്റ്. ഫോർത്ത് പോയിന്റ് ആണ് സെല്ലുലർ ഓർഗനൈസേഷൻ അഥവാ സെല്ലുലർ ഓർഗനൈസേഷൻ. സെല്ലുകൾ അഥവാ കോശങ്ങളെ ഓർഗനൈസ് ചെയ്തിരിക്കുക. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക, വളരെ ശ്രദ്ധിച്ചിട്ട്. അതായത് സെല്ലുലർ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ ഇതൊരു സെല്ലാണ്. ഓക്കെ, നമ്മുടെ ശരീരത്തിൽ പലതരത്തിലുള്ള സെല്ലുകളുണ്ട്, കോശങ്ങളുണ്ട്. അപ്പം ഇതൊരു സെല്ലാണെങ്കിൽ ഈ സെല്ലുകൾ കൂടിച്ചേർന്ന് എന്തായി മാറും മക്കളെ? സെല്ലുകൾ കൂടിച്ചേർന്ന് ടിഷ്യൂ ആയി മാറും. കുറച്ചും കൂടി വലിയ ടിഷ്യൂ ആയി മാറും. ടിഷ്യൂ കൂടിച്ചേർന്ന് എന്തായിരിക്കും? ടിഷ്യൂ കൂടി ചേർന്നിട്ട് ഓർഗൻസ് ആയി മാറും. ഓർഗൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാർട്ട്, ലങ്സ്, നമ്മളിലൊക്കെ വരുമ്പം ഓർഗൻ സിസ്റ്റമാണ്. എന്താണ്? ഓർഗൻസ് കൂടി ചേർന്ന് ഓർഗൻ സിസ്റ്റമാണ്. നമ്മൾ പറയുന്നത് ഒരു വലിയൊരു സിസ്റ്റമാണ്. നമ്മളൊക്കെ ഹയർ ഓർഗാനിസംസ് ആണ്. എന്താണ്? ലോവർ ഓർഗാനിസം അല്ല, നമ്മൾ ബാക്ടീരിയാസ് അല്ല. നമ്മളെന്താണ്? നമ്മളൊരു ലിവിങ് ഓർഗാനിസം. എങ്ങനത്തെ ലിവിങ് ഓർഗാനിസം? ഹയർ ഓർഗാനിസത്തിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം ഹ്യൂമൻ ബീയിങ്സിനൊക്കെ. ഹയർ ഓർഗാനിസം. അപ്പം ഞാനൊന്ന് ചാർട്ട് ചെയ്ത് തരാം, ഒന്നിവിടെ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യം എന്ന് പറഞ്ഞാൽ ഒരു സെല്ലുണ്ടായി. സെല്ല് കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? ടിഷ്യൂസ് ഉണ്ടായി. സെല്ല് കൂടി ചേർന്നിട്ട് ടിഷ്യൂ ഉണ്ടായി. ടിഷ്യൂ കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? ഓർഗൻസ് ഉണ്ടായി. എന്തുണ്ടായി? ടിഷ്യൂ കൂടി ചേർന്നിട്ട് ഓർഗൻസ് ഉണ്ടായി. ഓർഗൻസ് കൂടി ചേർന്നിട്ട് എന്തുണ്ടായി? ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ഉണ്ടായി, അഥവാ ഓർഗൻ സിസ്റ്റം ഉണ്ടായി. ഓക്കെ, അപ്പം ബാക്ടീരിയാസ് മുതൽ ഇങ്ങനെ കയറി വരുമ്പോൾ ഹയർ ഓർഗാനിസത്തിലെത്തും. നമ്മളപ്പം സെല്ലുലർ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ല, നമുക്ക് ടിഷ്യൂ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ല, നമുക്ക് ഓർഗൻ ലെവൽ ഓഫ് ഓർഗനൈസേഷൻ അല്ല, നമുക്ക് ഓർഗൻ സിസ്റ്റം ലെവൽ ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ്, അഥവാ സിസ്റ്റം ലെവൽ ഓഫ് ഓർഗനൈസേഷൻ ആണ്. സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഇതാണ് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അതുപോലെ അടുത്തതാണ്. അപ്പം അതെന്ന് പറയുന്നത് സെല്ലുലർ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു ജീവനുള്ള വസ്തുവിൻ്റെ ഒരു സവിശേഷതയാണ്, അല്ലെങ്കിൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടിയാണ്. എന്ന് വെച്ചാൽ സെല്ല് എന്ന് പറയുന്നത് ജീവനുള്ള ഒരു വസ്തുവിനെ ഉണ്ടാവുള്ളൂ. ടിഷ്യൂ എന്ന് പറയുന്നത് ജീവനുള്ള ഒരു വസ്തുവിനെ ഉണ്ടാവുള്ളൂ. ഓർഗൻ ആയാലും ഓർഗൻ സിസ്റ്റം ആയാലും ഒരു ലിവിങ് ഓർഗാനിസത്തിന് മാത്രം ഉണ്ടാവുന്ന ഒരു ഫീച്ചറാണ്. ഇതുപോലെ അടുത്തതാണ് കോൺഷ്യസ്നെസ്. കോൺഷ്യസ്നെസ് നമ്മളെ പ്രിൻസിപ്പളാണ്, ആടാ അവിടെ വാടാ അങ്ങനെ പറയില്ലല്ലോ. കാരണം എന്താ? നമുക്കവിടെ കോൺഷ്യസ് ഉണ്ട്. നമ്മൾ അങ്ങനെ പറഞ്ഞാൽ അപ്പം പിടിച്ച് ഒന്നെടുത്ത് തരും. അപ്പം നമ്മൾ കോൺഷ്യസ്നെസ്, വിവേകം, അഥവാ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ബോധവാന്മാരാണ്, കോൺഷ്യസ് ആണ്. നമ്മളെപ്പോഴും എവിടെ എങ്ങനെ പെരുമാറണം എന്നുള്ളത് നമുക്കറിയാം. ഒരു എക്സാമ്പിൾ പറയാം. നമ്മൾ പണ്ട് റിഫ്ലക്സ് ആക്ഷൻ പഠിച്ചിട്ടുണ്ട്. ഒരു ചൂടുള്ള ഒരു വസ്തുവിൽ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ കൈ റിഫ്ലക്സ് ചെയ്യും, പെട്ടെന്ന് എടുക്കും. അത് റിഫ്ലക്സ് ആക്ഷൻ. നമുക്കറിയാം പിന്നീട് ചൂടുള്ള സാധനമാണ്, തൊട്ടാൽ കൈ കൊള്ളും എന്നുള്ളത്. അതുപോലെ നമുക്ക് അടി കിട്ടുമ്പോൾ ടീച്ചേഴ്സ് അടിക്കുമ്പോൾ നമ്മൾ കൈ വലിക്കാറുണ്ട്, വേദനയ്ക്കോ എനിക്ക് വെച്ചിട്ട്. അപ്പോൾ ഇതൊക്കെ റിഫ്ലക്സ് ആക്ഷനുകളാണ്. അപ്പോൾ ഇതൊക്കെ നമുക്കുള്ള കോൺഷ്യസ്നെസ്സാണ്, ലിവിങ് ഓർഗാനിസത്തിനുള്ള കോൺഷ്യസ്നെസ്സാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ പ്ലാന്റ്സിനൊക്കെ എങ്ങനെയാണ് കോൺഷ്യസ്നെസ് ഉണ്ടാവുകയെന്ന്. പ്ലാന്റ്സിൽ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു പണ്ടൊരു ബുക്കുകളിൽ പഠിച്ചിട്ടുണ്ടാവും, 8ാം ക്ലാസ്സിലൊക്കെ. ഒരു ഇരുട്ടുള്ള മുറിയിൽ ഒരു ചെടി വളർത്തി, ചെറിയൊരു ഹോൾ ഇട്ട് കൊടുത്തു. സ്വാഭാവികമായിട്ട് ചെടി എന്ത് ചെയ്യും? സൈഡിലേക്ക് ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് ഒരു ഡീവിയേഷൻ സംഭവിക്കും, അങ്ങോട്ട് ഗ്രോ ചെയ്തു തുടങ്ങും. അപ്പോൾ അതിന് സെൻസ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. അതിനെന്തുണ്ട്? ഒരു ലിവിങ് ഓർഗാനിസമാണ്. ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രത്യേകതയാണ് കോൺഷ്യസ്നെസ്. എക്സ്റ്റേണലായ ഒരു സ്റ്റിമുലസിനനുസരിച്ച് അതെന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും, അതിന് മാറ്റങ്ങൾ സംഭവിക്കും. അപ്പോൾ ഞാൻ ഡെഫിനിഷൻ പറഞ്ഞുതരാം. കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എബിലിറ്റി ടു സെൻസ് എൻവയറൺമെൻറ്റ് ആൻഡ് റെസ്പോണ്ട് ടു ദ എൻവയറൺമെൻറ്റൽ ഫാക്ടേഴ്സ്. നമ്മളെന്ത് ചെയ്യും? നമുക്കുള്ള പ്രത്യേകതയാണ് നമുക്ക് എൻവയറൺമെൻറ്റ്, നമ്മളെ ചുറ്റുപാട് എന്ത് ചെയ്യും? നമുക്ക് സെൻസ് ചെയ്യാനുള്ള കഴിവുണ്ട്. നമുക്ക് സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലേ? പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, സെൻസ് ഓർഗൻസ് ഉണ്ട്. സെൻസ് ഓർഗൻ ഉപയോഗിച്ച് നമ്മളെ എൻവയറൺമെൻറ്റിനെ അസസ് ചെയ്യും. അതിന് ശേഷം നമ്മൾ അതിനനുസരിച്ച് റെസ്പോണ്ട് ചെയ്യും. അതിനനുസരിച്ച് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് റെസ്പോൺസ് ആവാം, നമുക്ക് റെസ്പോണ്ട് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ട്. ഇതിനെയാണ് കോൺഷ്യസ്നെസ് എന്ന് പറയുക. ഇനി കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ ഒരു ഡിഫൈൻഡ് പ്രോപ്പർട്ടിയാണ്. ഒരു ബെഞ്ചിനോ ഡെസ്കിനോ ഒരു ഫാനിനൊന്നും പറ്റില്ല, പക്ഷേ ഒരു ലിവിങ് ഓർഗാനിസത്തിന് പറ്റും. ലിവിങ് ഓർഗാനിസത്തിനുള്ള ഡിഫൈൻഡ് പ്രോപ്പർട്ടിയാണ് കോൺഷ്യസ്നെസ്. അത് പല കാരണം കൊണ്ട് അവ എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആയുള്ള ലൈറ്റ്, വാട്ടർ, ടെമ്പറേച്ചർ, അതർ ഓർഗാനിസം അഥവാ പൊല്യൂഷൻ, ഇതുകൊണ്ടൊക്കെ കോൺഷ്യസ്നെസ് നമുക്ക് എന്ത് ചെയ്യും? നമുക്ക് എൻവയറൺമെൻറ്റ് സെൻസ് ചെയ്യാൻ പറ്റും. പിന്നെ അടുത്ത ലാസ്റ്റ് പ്രോപ്പർട്ടിയാണ് ലിവിങ് ഓർഗാനിസം ക്യാൻ കൺസിഡർ ആസ് സെൽഫ് റിപ്ലിക്കേറ്റിംഗ്. ഞാൻ പറഞ്ഞു ബാക്ടീരിയസ് ഒക്കെ പെട്ടെന്ന് റിപ്ലിക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും.
അവർക്ക് സ്വയം റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഫോട്ടോ കോപ്പി മാതിരി വീണ്ടും 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 റിപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും, റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് ഇവോൾവിങ്, സെൽഫ് റെഗുലേറ്റിംഗ്. ഇപ്പോൾ ടെമ്പറേച്ചറിന് അനുസരിച്ച് എന്ത് ചെയ്യും? റെഗുലേറ്റ് ചെയ്യും അല്ലേ? നമ്മൾ എക്സ്റ്റേണൽ ടെമ്പറേച്ചർ, നമുക്ക് ടെമ്പറേച്ചറിനനുസരിച്ച് നമ്മുടെ ബോഡി അതിനെന്ത് ചെയ്യും? റിഫ്ലക്സ് ചെയ്യും, അതിനനുസരിച്ച് പ്രതിരോധിക്കും, ഡിഫെൻസ് ചെയ്യും. പല മെക്കാനിസംസ് ഉണ്ട്. ചില ബാക്ടീരിയാസ് ഉണ്ട്. ചില ബാക്ടീരിയാസ്, ബാക്ടീരിയ ഒക്കെ എത്ര ടെമ്പറേച്ചറിൽ വേണമെങ്കിലും അത് സർവൈവ് ചെയ്യും. അപ്പം ടെമ്പറേച്ചറിനനുസരിച്ചൊക്കെ അതിന് എന്ത് ചെയ്യാൻ പറ്റും? ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. മനസ്സിലാക്കുക, ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യും. ചില ഓർഗാനിസം, നിങ്ങൾ ഹൈബർനേഷൻ, എസ്റ്റിവേഷനൊക്കെ പറയും. ഈ കരടിയൊക്കെ, പോളാർ ബിയറൊക്കെ കുറേ കാലം കിടന്നുറങ്ങും. ബോഡി മെറ്റബോളിസം ഒക്കെ സ്ലോ ഡൗൺ ചെയ്തിട്ട് കുറേ കാലം ഒരു ഡീപ്പ് സ്ലീപ്പ് എടുക്കും. അപ്പോൾ അതൊക്കെ ആ ഒരു ടെമ്പറേച്ചറിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിന് സ്വയം റെഗുലേറ്റ് ചെയ്യാൻ പറ്റും ബോഡി. പക്ഷേ ഇതൊന്നും ഒരു നോൺ ലിവിങ് ഓർഗാനിസത്തിന് പറ്റില്ല. അതുപോലെ ഇൻട്രാക്റ്റീവ് സിസ്റ്റം കേപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് എക്സ്റ്റേണൽ സ്റ്റിമുലസ് എന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രാക്റ്റീവ് സിസ്റ്റം കേപ്പബിൾ ഓഫ് റെസ്പോണ്ടിങ് ടു എക്സ്റ്റേണൽ സ്റ്റിമുലസ്. പുറമേൽ നിന്ന് വല്ല സ്റ്റിമുലസ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. എക്സാമ്പിളാണ്, നമ്മൾ എന്ത് ചെയ്യും? ചൂടുള്ള വസ്തുക്കൾ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? കൈയെടുക്കും. ചൂടുള്ളതിൽ തൊടില്ല, അപ്പോഴത്തേക്കും കൈയെടുക്കുന്ന റിഫ്ലക്സ് ആക്ഷൻ, അതെന്താ? ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലസ് ആണ് ചൂട് എന്നുള്ളത്. അതിൽ നിന്ന് നമ്മൾ തൊട്ട പൊള്ളുന്ന അറിയണത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും, കൈയെടുക്കും. നമുക്ക് എവിടെയെങ്കിലും പോയി കാലിടിച്ച് അപ്പം നമ്മൾ കാല് വലിക്കും, മുട്ടെന്ത് ചെയ്യും? ഇല്ലെങ്കിൽ വേദനിക്കും, അല്ലെങ്കിൽ കാല് വേദനിക്കും എന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ ഇത്രയും ഫാക്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ പഠിച്ച് മൊത്തം ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ആദ്യം പഠിച്ചത് നമ്മൾ ലിവിങ് ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? റീപ്രൊഡ്യൂസ് ചെയ്യും എന്ന് പറഞ്ഞു. പിന്നെ എന്ത് പറഞ്ഞു? മെറ്റബോളിസം എന്ന് പറഞ്ഞു. പിന്നെ അടുത്തതാണ് സെല്ലുലർ ഓർഗനൈസേഷൻ. ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രത്യേകതയാണ് സെല്ലുലർ ഓർഗനൈസേഷൻ. അതുപോലെ കോൺഷ്യസ്നെസ്, വിവേകപരമായിട്ട് എവിടെ എന്ത് ചെയ്യണം, റിഫ്ലക്സ് ആക്ഷൻ, ഇതൊക്കെ ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ പറഞ്ഞു സെൽഫ് റിപ്ലിക്കേറ്റിംഗ് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ വെൽ ഡിഫൈൻഡ് ഫീച്ചേഴ്സ് ആണ്. പിന്നെ നിങ്ങൾക്കപ്പോൾ ഒരു ഡൗട്ട് തോന്നാം, റീപ്രൊഡക്ഷൻ എന്ന് പറയുമ്പം അപ്പം ചില ജീവികളുണ്ട്, മ്യൂള് പോലത്തെ ജീവി. മ്യൂൾ എന്ന് പറഞ്ഞാൽ കഴുതയ്ക്കും കുതിരയ്ക്കും ഉണ്ടാവുന്ന കുട്ടിയാണ് മ്യൂൾ. കോവർ കഴുത എന്നൊക്കെ പറയാറുണ്ട്. അപ്പം കഴുതയ്ക്കും അതുപോലെ കുതിരയ്ക്കും ഉണ്ടാവുന്ന കുട്ടീനെ നമ്മൾ എന്ത് പറയും? മ്യൂൾ എന്ന് പറയും. ഇത് സ്റ്റീറൈലാണ്. ഇതിന് എന്തുണ്ടാവില്ല? കുട്ടികൾ ഉണ്ടാവില്ല. ഇതിന് വീണ്ടും പ്രത്യുൽപാദന ശേഷി ഉണ്ടാവില്ല. ഇതുപോലെ ചില ഹ്യൂമൻ ബീയിങ്സ് സ്റ്റീറൈൽ ആവാറുണ്ട്, ഇൻഫെർട്ടൈൽ കപ്പിൾസ് ആവാറുണ്ട്. എന്ന് വെച്ചാൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനുള്ള വസ്തുക്കൾക്ക് മാത്രമുള്ളതല്ല. ചില ജീവികളിൽ അങ്ങനെ എക്സെപ്ഷണൽ കേസ് ഉണ്ട്, അത് ഓർത്ത് വയ്ക്കുക. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല, വെൽ ഡിഫൈൻഡ് പ്രോപ്പർട്ടി ആണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ പൊതുവേ എല്ലാ ലിവിങ് ഓർഗാനിസവും റീപ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ഇത്രയും കാര്യം കൊണ്ട് നമ്മൾ ലിവിങ് ബീയിങ്സിൻ്റെ ഫീച്ചേഴ്സ് പഠിച്ചു. അടുത്തതാണ് ഡൈവേഴ്സിറ്റി. ഓക്കെ, അടുത്ത ഡൈവേഴ്സിറ്റി നമ്മൾ പഠിക്കും. ഓക്കെ, അടുത്ത പാർട്ടിൽ കാണാം.